ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ന് ഞാൻ വയ്ക്കാൻ പോകുന്ന രസമാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് രസം എന്ന് പറയുന്നത്. നമ്മൾ വീടുകളിൽ രസം ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അല്ലേ. നമുക്കൊരു ചെറിയൊരു കൂട്ടാൻ മതി, രസവും കൂടെ ഒഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഞാനിപ്പോൾ രസക്കൂട്ടിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നോക്കണം. രസക്കൂട്ടിനുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, കുരുമുളക് പൊടി. വെളുത്തുള്ളി, ഇഞ്ചിയും ഉള്ളിയും ഞാൻ നല്ലോണം ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, വറ്റൽമുളക് 2, മല്ലിയില, ചൂടുവെള്ളത്ത് നമ്മളെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള നമ്മളെ പുളി, അതായത് പിഴുപുളി എന്ന് പറയും, അത് ചൂടുവെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കടുക്, വെളിച്ചെണ്ണ. ഇന്ന് നമ്മൾ രസം ഉണ്ടാക്കാൻ പോകുന്നത് രസമാണ്. എല്ലാവരും ലൈക്കും ഷെയറും സപ്പോർട്ടും തരണം, സബ്സ്ക്രൈബറും തരണം. എല്ലാവരും എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആദ്യം നമുക്ക് ചട്ടി വെച്ച് ചൂടാക്കാം. ചട്ടിയുള്ളിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാമേ. രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ. ഒരു സ്പൂൺ കടുക് കേട്ടോ. നമുക്ക് ഇളക്കാൻ നേരത്ത് നമുക്ക് ഇതിനെ കുറച്ച് വയ്ക്കണം. ഒരു മാക്സിമം ഒരു 60 വെച്ചാൽ മതി, 600 വെച്ചാൽ മതിയേ. നമ്മളിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നല്ലോണം മൂപ്പിക്കരുത്, വറ്റൽമുളക് നല്ലോണം മൂപ്പിക്കാതെ നോക്കണേ. അത് കഴിഞ്ഞ് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൊച്ചുള്ളി, ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാവേ. കൊച്ചുള്ളി ഇട്ട് കൊടുക്കണേ. നല്ലപോലെ നമ്മൾ ബ്രൗൺ കളറാക്കണം കേട്ടോ. വെളുത്തുള്ളിയും ഉള്ളിയും ഇഞ്ചിയും നല്ല ബ്രൗൺ കളർ പോലെ ആക്കണേ. ബ്രൗൺ കളറായിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം.
മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. നല്ല മൂത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1 സ്പൂൺ പൊടിച്ച കുരുമുളക് പൊടി അതിട്ട് കൊടുക്കാം. നല്ലവണ്ണം ആയിട്ടുണ്ട്, നല്ലതായിട്ടുണ്ട്. അരിഞ്ഞു വച്ചിരിക്കുന്ന 1 തക്കാളി ഇട്ട് കൊടുക്കാം. നല്ലോണം മൂപ്പിക്കണ്ട, പ്രശ്നം നിർത്താതെ നമ്മൾ ചൂടുവെള്ളത്തിൽ ഒരു നമ്മളെ പിഴിപുളി പിഴിഞ്ഞ് അരിച്ച് വെച്ചിരിക്കുന്നതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മല്ലിയില, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് രസത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഇടേണ്ടത് ഇതിനകത്ത് നമ്മൾ കായം ഇടണം കേട്ടോ. കായം ആവശ്യത്തിന് കായം ഇട്ട് കൊടുക്കുക. അതിൻ്റെ പരുവത്തിന് 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരിളക്കിളക്കണേ. ഒരു തിളച്ച് എടുക്കുമ്പോൾ രസമാവും. എല്ലാവരുടെ സപ്പോർട്ടും ഷെയറും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. എല്ലാവരുടെ സപ്പോർട്ടും ഞാൻ ആഗ്രഹിക്കുന്നു. ഷെയർ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ കമൻ്റ് അയയ്ക്കുക. എന്ത് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കുന്നതാണ്. എല്ലാവരും ഗുഡ് മോർണിംഗ്. ഓക്കെ, ബൈ. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇളക്കി നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. രസം നല്ല തിളച്ചിട്ടുണ്ട്. ഒറ്റ തിളച്ചാലും ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. കൊടുക്കുക. ഒരു രക്ഷയില്ല മോനെ, അടിപൊളി രസം. ഈ രസം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ, ഒരു കറിയും വേണ്ട. ഓക്കെ, എല്ലാവരും ഷെയറും സപ്പോർട്ടും ലൈക്കും കമൻറ്റും എല്ലാം തരണം. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് നാളെ കാണാം. ഓക്കെ, ബായ്, ടാറ്റാ.